Hi Liesel, how are you? Good. This will just take 5 minutes, okay? Did you Okay. went through your marks in the theme 9? No. You didn't check your marks? Go to your classroom, PYA1 live. So where you have submitted there, your marks will be there. Yeah, that's yes. Graded, right? You can see. Okay, just now see the comment section. Scroll down. See in math you got 2 out of 15. English you got 5 and science you got 6. So basically it's 6, 10, 11, 13 out of 45. It's a bit low, right? What happened? Why Yeah. your marks are low? I just wanted to know why. What happened? Hmm? Why do you think? Is it? I don't know. Did you write the exam properly? Yeah. Then did you get enough time to write the exam? Yeah. Then what happened? Why your marks are low? Maybe something, right? This Yeah. what can be done? You have no idea why your marks are less? No. Come on, you wrote the exam, right? Was it easy? Yeah. Then no, I'm not scolding you. I'm just asking so that I can help you later. What can be done? I don't know. Is Mama there? Yeah. Show her the mark, okay? Let's see what Mama is saying. Okay. Rachel, can I talk to Mama? Rachel, are you there? You have to unmute, then only I can talk to Mama, right? Is she busy? ഹലോ ഗുഡ് മോർണിംഗ് മാം. Hello, good morning, ma'am. സുഖല്ലേ? ആ സുഖമായിട്ട് പോകുന്നു. തീം ഇതിപ്പോ മാം നയൻ എസ് സുഖല്ലേ? എസിന്റെ മാർക്ക് ലേസിൽ കാണിച്ചിരുന്നോ? ഏത്? തീം കഴിഞ്ഞ അസസ്മെന്റ് നടന്നല്ലേ, അതിന്റെ മാർക്ക് ലേസിൽ കാണിച്ചിരുന്നോ? ഇല്ലില്ല. ആൾക്ക് മാർക്ക് ഭയങ്കര കുറവാണ് ആക്ച്വലി. ആ ഹാ 45 ഇപ്പം 13 കിട്ടിയിട്ടുള്ളൂ. ഇതാണ് ഇപ്പം മാർക്ക്. ഇത് കണ്ടോ, മാത്തിൽ 2 15, സയൻസിൽ 5, സോറി സയൻസിൽ 6, ഇംഗ്ലീഷിൽ 5. അപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചിട്ട് ആളൊന്നും പറയുന്നില്ല. ടൈം കിട്ടിയെന്ന് പറഞ്ഞു, പേപ്പർ ഈസി ആണെന്നും പറയുന്നുണ്ട്. പിന്നെ എന്താ മാർക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ അതും പറയുന്നില്ല. എക്സാം ഈസി തന്നെ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായത്. ആളാകെ 2 പേജ് എഴുതിയിട്ടുള്ളൂ, കാര്യമായിട്ട് എഴുതിയിട്ടൊന്നുമില്ല മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഹാ ഹാ. ഇപ്പൊ എന്താ ചെയ്യ, പ്രൊജക്റ്റ് ആണെങ്കിൽ പ്രൊജക്റ്റിലും 100-35 ആണ്. ആകെ മാത്തിന്റെ പാർട്ട് മാത്രം ചെയ്തു, സയൻസും ഇംഗ്ലീഷും ചെയ്തിട്ടില്ല.
ഞാൻ കുറേ പ്രാവശ്യം ഓർമ്മിപ്പിച്ചതാ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി. CE മാർക്ക് ഉണ്ട്, അസൈൻമെന്റ്സ് ഒക്കെ അപ്ലോഡഡ് ആണ്. ഇപ്പൊ ഇവനെ ലേസറിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? കാരണം തീം 10 ഇപ്പൊ വന്നോണ്ടിരിക്കില്ല. തീം 10 ആണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അതിൽ മാർക്ക് കിട്ടാൻ വേണ്ടിട്ട് എങ്ങനെയാ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിക്കാൻ വേണ്ടിട്ടാണ്. പക്ഷെ ആളൊന്നും മിണ്ടുന്നില്ല, അതാ പ്രശ്നം. അവനോട് ഒന്ന് സംസാരിച്ചിട്ട് എന്താ പ്രശ്നം എന്നൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം? ഇത് ഒന്നാമത് എക്സാം ഓരോ സബ്ജക്റ്റ് ആയിട്ടല്ലല്ലോ ഉള്ളത്. തീം എന്ന് പറയുമ്പോ 3 സബ്ജക്ട് ഒരുമിച്ച് അങ്ങനെയല്ലേ വരുന്നത്? 3 സബ്ജക്ട് ഒരുമിച്ച്, പക്ഷെ അത് പാർട്ട് ആയിട്ടാണ്. അപ്പൊ ആ ലെസൺ നോട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ, അതിന്റെ പുറത്തൊന്നും നമ്മളൊന്നും ചോദിക്കുന്നില്ല. പക്ഷെ ബാക്കിയുള്ളവർ ചെയ്തിട്ടുണ്ട്. ഗേൾസിലൊക്കെ നല്ല മാർക്ക് ഉണ്ട്. അപ്പം പിന്നെ അതുകൊണ്ടാണ് ലേസറിൽ മാത്രം പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എന്ത് പറ്റി ലേസറിൽ. ഞാൻ പറഞ്ഞു ലേസർ പഠിക്കുന്ന കൊച്ചാണ്, പേപ്പർ എന്തുകൊണ്ടാണ് മാർക്ക് വന്നതെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്നോട് ലേസറിനോട് സംസാരിക്കാൻ പറഞ്ഞു. പക്ഷെ ലേസറിനൊന്നും മിണ്ടുന്നില്ല, വായ തുറക്കുന്നില്ല ആള്. എന്തെങ്കിലും പ്രശ്നം മാത്താണ്. മാത്തിൽ 2 15 ആകെ 2 കിട്ടിയിട്ടുള്ളൂ. അവനോടൊന്ന് സംസാരിച്ചിട്ടൊന്ന് എനിക്ക് പറഞ്ഞത് ഞാൻ മാമിനെ വന്നിട്ട് പേഴ്സണലി ഞാൻ ഒരു ഗൂഗിൾ മീറ്റിൽ വന്ന് കാണാം. പൊതുവെ എഴുതാൻ മടിയാ. ആളൊന്നും എഴുതുന്നില്ല, അതാണ് പേപ്പറിലൊന്നും ഇല്ല. അല്ല, എഴുതാൻ എന്നരേ മടിയാ. അപ്പൊ സ്റ്റാർട്ടിങ് തൊട്ടിട്ടേ എഴുതാൻ മടിയാ. അപ്പൊ എനിക്ക് തോന്നുന്നു എക്സാമിന്റെ സമയത്ത് എല്ലാം ലീവ് ചെയ്ത് അങ്ങനെ പോയതാ. ചില കണ്ടോ, ഇപ്പൊ ഇംഗ്ലീഷ് തന്നെ ഫസ്റ്റിന്റെ ബി പാർട്ട് അറ്റംപ്റ്റ് ചെയ്തില്ല, സെക്കൻഡ് എ പാർട്ട് അറ്റംപ്റ്റ് ചെയ്തില്ല, സിക്സ്ത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇംഗ്ലീഷിലെ 6th, അത് അറ്റംപ്റ്റേ ചെയ്തിട്ടില്ല ആള്. അതേമാതിരി സയൻസിലാണെങ്കിൽ 10ഉം 13ഉം അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, 11ഉം 12ഉം മാത്രം അറ്റംപ്റ്റ് ചെയ്തു. ഡയഗ്രാം നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച ഡയഗ്രാമാണ് ജെർമിനേഷൻ എന്ന് പറഞ്ഞത്. അത് 3 മാർക്കിൻ്റെ ഇട്ടായിരുന്നു. ആ ഡയഗ്രാമേ ആള് വരച്ചിട്ടില്ല. ഞാൻ ക്ലാസ്സിൽ 3 പ്രാവശ്യം വരപ്പിച്ചതാണ്, വരച്ച് കാണിച്ചു തന്നതുമാണ്. എക്സാമിനേഷൻ അവിടെ അസസ്മെന്റിൽ എത്തിയപ്പോൾ ആള് അത് വരച്ചില്ല. ഞാൻ വിചാരിച്ചു അതൊക്കെ നല്ലോണം വരയ്ക്കുമെന്ന്, പക്ഷെ ഇതൊന്നും അല്ല, എക്സാമിന്റെ ടൈം ഇങ്ങനെ ഫാസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ചെയ്തു തീർക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് എഴുതി തീർക്കുന്നത്. ഇവനൊന്ന് വീട്ടിലിരുന്നൊന്ന് റിട്ടേൺ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? കാരണം നമുക്ക് എന്തായാലും ഇങ്ങനെ അസസ്മെന്റ് ഫ്യൂച്ചറിലാണെങ്കിലും ആൾക്ക് എഴുതണമല്ലോ, എഴുതി പ്രാക്ടീസ് ആവണല്ലോ. ഇപ്പം കുഞ്ഞി ക്ലാസ് ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഇപ്പോഴാണ് നമുക്ക് ബേസ് ക്ലിയർ ചെയ്യണ്ടേ. ഒന്ന് വീട്ടില് ലെസൺ നോട്ട്സ് ഒന്ന് എഴുതിപ്പിക്കോ? എന്തെങ്കിലും ഹെൽപ്പ് വേണേ എന്നോട് പറഞ്ഞാൽ മതി.